എല്ലാവർക്കും നമസ്കാരം. ഇന്ന് 12 ഡിസംബർ വ്യാഴാഴ്ചയാണ്. ഇന്നൊരു പോസിറ്റീവ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരിക്കും നമുക്ക് മാർക്കറ്റിൽ കാണാൻ സാധിക്കുക. ഏകദേശം ഒരു 80 to 100 പോയിൻറ്റിൻ്റെ ഗ്യാപ്പ് അപ്പ് പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു. ഇന്നലത്തെ മാർക്കറ്റ് US ഇൻഫ്ലേഷൻ ഡാറ്റ വരാനുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഫ്ലാറ്റ് ആയിരുന്നു. നിഫ്റ്റി 31.75 പോയിൻറ്റ് ഉയർന്ന് 24,641 സെൻസെക്സ് 16.9 പോയിൻറ്റ് ഉയർന്ന് 81,526 ഇന്നലെ ക്ലോസ് ചെയ്തത്. US CPI ഡാറ്റ പുറത്തുവിട്ടതിനെ തുടർന്ന് 3 പ്രധാനപ്പെട്ട വാൾ സ്ട്രീറ്റ് ഇൻഡിസസും പോസിറ്റീവായിരുന്നു. ബ്രന്റ് ക്രൂഡ് 1.18% ഉയർന്ന് 73.4 ഡോളർ പെർ ബാരലിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഗോൾഡ് സ്പോട്ട് പ്രൈസ് 0.74% ഉയർന്ന് $2,714 പെർ ഔൺസിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്ത്യൻ റുപ്പി 84.84 രൂപ പെർ ഡോളർ എന്ന നിരക്കിൽ ഫ്ലാറ്റായിരുന്നു. അടുത്തതായി ഇന്ന് ന്യൂസിലുള്ള പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കുമ്പോൾ ഗോദാവരി പവറാണ് ആദ്യത്തേത്. ഗോദാവരി പവർ ഗെയിൽ ഇന്ത്യയായിട്ട് ഒരു 7 വർഷ എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുണ്ട്. കമ്പനിയുടെ വരുന്ന പെല്ലറ്റ് പ്ലാന്റിലേക്ക് RLNG ഗ്യാസ് സപ്ലൈ ചെയ്യാനുള്ള ഓർഡറാണിത്. അടുത്ത ബജാജ് ഇലക്ട്രോണിക്സിൻ്റെ കീഴിൽ ഇലക്ട്രോണിക് സ്മാർട്ട് ഇന്ത്യ എന്ന പേരിൽ കൊമേഴ്ഷ്യൽ ഓപ്പറേഷൻസ് ഒരു പുതിയ മൾട്ടി ബ്രാൻഡ് സ്റ്റോർ ഓപ്പൺ ചെയ്യാൻ ധാരണയായിട്ടുണ്ട്. അടുത്തത് ACME സോളാർ ഹോൾഡിംഗ്സ് ആണ്. പുതിയ കമ്പനിയാണ്, അതായത് മാർക്കറ്റിൽ പുതിയ കമ്പനിയാണ്. ഇവർക്ക് 250 മെഗാവാട്ടിൻ്റെ FDRA പ്രോജക്റ്റ് ലഭിച്ചിട്ടുണ്ട്. ഇതിലൂടെ ACMEയുടെ സോളാർ ടോട്ടൽ കപ്പാസിറ്റി 6,970 മെഗാവാട്ടിലേക്ക് ഉയർത്താനുള്ളൊരു ചാൻസാണ് ലഭിച്ചിരിക്കുന്നത്. അടുത്തത് വേദാന്തയാണ്. വേദാന്ത ഡിസംബർ 16 നടക്കുന്ന മീറ്റിങ്ങിൽ അവരുടെ 4th ഇൻ്ററിം ഡിവിഡൻഡ് കൺസിഡർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. അടുത്തത് PC ജ്വല്ലേഴ്സ് ആണ്. PC ജ്വല്ലേഴ്സ് 1,509 കോടി രൂപ ചിലവിൽ 5.17 കോടി ഷെയർസ് പ്രിഫറൻഷ്യൽ ഷെയർസ് ആയിട്ട് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. ഇഷ്യൂ പ്രൈസ് വരുന്നത് 292 രൂപ പെർ ഷെയർ ആയിരിക്കും. അടുത്ത റിലയൻസ് പവറാണ്. റിലയൻസ് പവറിൻ്റെ റിലയൻസ് ന്യൂ സൺടെക്കിന് ഒരു 930 കോടിയുടെ സോളാർ എനർജി കോൺട്രാക്റ്റ് ലഭിച്ചിട്ടുണ്ട്. ഒരു ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം പ്രൊജക്റ്റാണിത്. സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ നിന്നുള്ള ഈ റിവേഴ്സ് ഓപ്ഷൻ പ്രൊജക്റ്റാണിത്. അടുത്ത യുണൈറ്റഡ് ഡ്രില്ലിംഗ് ടൂൾസ് ആണ്. ഇവർക്ക് 149 കോടിയുടെ ഒരു ഓർഡർ വേദാന്തയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അടുത്തത് വാരി എനർജീസ് ആണ്. വാരി എനർജീസിന് 170 മെഗാവാട്ടിൻ്റെ സോളാർ പവർ പ്ലാന്റ് റിവ അൾട്രാ മെഗാ സോളാറിന് വേണ്ടി നിർമ്മിക്കാനുള്ള ലെറ്റർ ഓഫ് അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അടുത്ത ആഫ്കോൺസ് ഇൻഫ്രാസ്ട്രക്ചർ ആണ്. ഈ കമ്പനിയും ഹിന്ദുസ്ഥാൻ പ്രൊജക്റ്റ് എന്ന കമ്പനിയും ചേർന്നുള്ള ബിഡ് ജൽജീവൻ മിഷന് വേണ്ടിയിട്ടുള്ള ഒരു വാട്ടർ സപ്ലൈ പ്രൊജക്റ്റിൻ്റെ ലോവസ്റ്റ് ബിഡ് ആയിട്ടുണ്ട്. 503 കോടിയുടെ ഒരു പ്രൊജക്റ്റാണിത്. രാജസ്ഥാൻ ഗവൺമെൻറ്റിന് വേണ്ടിയിട്ടുള്ള മെയിൻ്റെനൻസ് ഓപ്പറേറ്റിംഗ് എന്നിവയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രൊജക്റ്റാണിത്. അടുത്ത IPO ന്യൂസ് നോക്കുമ്പോൾ വിശാൽ മെഗാമാർട്ട് എന്ന കമ്പനിയുടെ ഫസ്റ്റ് ദിവസമായിരുന്നു പബ്ലിക് ഇഷ്യൂവിൽ. ഇതിൽ 0.51 ടൈംസ് സബ്സ്ക്രിപ്ഷൻ ലഭിച്ചിട്ടുണ്ട്. സായി ലൈഫ് സയൻസസ് എന്ന കമ്പനി 0.84 ടൈംസ് ഡേ 1 സബ്സ്ക്രിപ്ഷൻ ലഭിച്ചിട്ടുണ്ട്. മൊബിക്വിക് സിസ്റ്റംസ് 7.32 ടൈംസ് ഫസ്റ്റ് ദിവസം തന്നെ സബ്സ്ക്രിപ്ഷൻ ലഭിച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് കാണാം 7.32 ടൈംസുള്ള നല്ല സബ്സ്ക്രിപ്ഷനാണ് ഫസ്റ്റ് ദിവസം തന്നെ. അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബിൽഡിങ്ങുകൾ വരുന്ന നിലയ്ക്ക് എന്തായാലും നല്ല വലിയ സബ്സ്ക്രിപ്ഷനിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മൊബിക്വിക് സിസ്റ്റംസ് ലിസ്റ്റിംഗ് ഗെയിൻ ഉദ്ദേശിക്കുന്നവർക്ക് അപ്ലൈ ചെയ്യാവുന്ന ഒരു സ്റ്റോക്കായിരിക്കും. കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ വിറ്റ് ഒഴിവാക്കാവുന്നതാണ്. ഇന്ന് ഓഫർ ചെയ്യുന്ന കമ്പനിയാണ് ഇൻവെർച്ചസ് നോളജ് സൊല്യൂഷൻസ്. അതിൻ്റെ പ്രൈസ് 1,265 to 1,329 പെർ ഷെയറാണ്. 2,497 കോടിയുടെ IPO ഇഷ്യൂ ആണിത്. ഈ കമ്പനിക്ക് ഒരു 31% പ്രീമിയം ലിസ്റ്റിംഗ് ഗെയിൻ ലഭിക്കാൻ സാധ്യതയുള്ളതായിട്ടാണ് ഇപ്പോഴത്തെ നിലയ്ക്ക് കാണുന്നത്. ബാക്കി സബ്സ്ക്രിപ്ഷൻ വരുന്ന മുറയ്ക്ക് അറിയാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കമ്പനിയും വേണമെന്നുണ്ടെങ്കിൽ IPOയ്ക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പൂർണ്ണമായും ലിസ്റ്റിംഗ് ഗെയിൻ മാത്രം അടിസ്ഥാനമാക്കിയാണ് ഞാനീ പറയുന്നത്. കമ്പനിയുടെ ഫണ്ടമെൻ്റൽസ് ഉദ്ദേശിച്ചല്ല, ലിസ്റ്റിംഗ് ഗെയിൻ മാത്രം ഉദ്ദേശിച്ചാണ് ഞാനീ പറയുന്നത്. അവസാനമായിട്ട് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് നോക്കുമ്പോൾ നിഫ്റ്റി ഡിസംബർ ഫ്യൂച്ചേഴ്സ് 0.22% ഉയർന്ന് 24,738 97 പോയിൻറ്റ് പ്രീമിയമാണുള്ളത്. നിഫ്റ്റി ഡിസംബർ ഫ്യൂച്ചേഴ്സ് 0.74% ഓപ്പൺ ഇൻട്രസ്റ്റ്. നിഫ്റ്റി ഓപ്ഷൻസിന് ഡിസംബർ 12 എക്സ്പയറിക്കുള്ളതിൻ്റെ മാക്സിമം കോൾ ഓപ്പൺ ഇൻട്രസ്റ്റ് 25,000 മാക്സിമം പുട്ട് ഓപ്പൺ ഇൻട്രസ്റ്റ് 24,000 കാണാം. മാർക്കറ്റിൽ ഇന്നലെ FII സെല്ലിംഗ് പൊസിഷനും DII ബൈയിങ് പൊസിഷനുമായിരുന്നു കാഴ്ചവെച്ചത്. ഇന്നത്തെ മാർക്കറ്റ് ഇൻ്റർനാഷണലി പോസിറ്റിവിറ്റി ഉള്ളതുകൊണ്ട് തന്നെ പോസിറ്റീവ് ഓപ്പണിംഗ് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അത് കണ്ടിന്യൂ ചെയ്യുന്നത് നമുക്ക് പ്രതീക്ഷിക്കാം. എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിവസം ആശംസിക്കുന്നു.